എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് മീൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കറി വയ്ക്കുന്നതും വറുക്കുന്നതും നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 1 കിലോ മീനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. മത്തിയാണ്, ചിലവിടെ ചാളാന്നും പറയും. അപ്പം ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടൊരു കറി വെച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനായിട്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 സവാളയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി കുറച്ച് കൂടുതലിടും. എനിക്ക് ഇഞ്ചിയുടെ മണം നല്ല ഇഷ്ടമാണ്. പിന്നെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഉലുവയും കടുകും ഇടണം. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടിയിട്ടാണ് ഞാൻ കൊട്ടുക. എല്ലാവരും കുറച്ച് കുറച്ചൊക്കെ ആയിട്ടായിരിക്കും കൊട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് കൊട്ടിയിട്ടാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ മതിയാകും. ഇത് നമ്മൾ നന്നായിട്ട് വതങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഓക്കെ, ചിക്കൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതാണ്, അത് അത്ര ഫ്രഷ് ആയിരിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, നമ്മളൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മൾ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് പുളി എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് പുളി ഒഴിക്കുക. ചില പുളികൾ വ്യത്യാസം ഉണ്ടാകും. ചില പുളിയിൽ പുളിയേ ഉണ്ടാവില്ല, ചില പുളികൾ പുളി ഉണ്ടാവും, അങ്ങനെയുള്ളതായിരിക്കും. ഇതിന് ഞാൻ ഉപ്പ് കുറച്ചായി ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് പുളിയും വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ പുളിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഇങ്ങനെ ഫസ്റ്റ് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താ ഈ പുളി അങ്ങനെ ഒഴിക്കണ്ട. ഈ പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, ഈ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, അത് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കുക. ഒരുപാട് പുളി കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഈ ചോറിൽ ഒഴിക്കുമ്പോൾ ഉള്ള പുളി കിട്ടണ്ടേ, ആ പുളിക്ക് അനുസരിച്ചിട്ട് ഒഴിക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിടാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഉപ്പിടുക കേട്ടോ. അതും പൊടി ഉപ്പാണ് ഇടുന്നത് കേട്ടോ. കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പിടാം. ഓക്കെ, കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിടുക. ആവശ്യത്തിന് നോക്കിയിട്ട് വേണം മീനിടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വറുക്കാനും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, കുറച്ച് മീനിട്ടു. ഇനി അത് നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുക്കേണ്ട മീൻ നോക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് നന്നായിട്ട് പെനഞ്ഞ് വെക്കുക. പെനഞ്ഞെന്ന് പറയുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ. അങ്ങനെ വെച്ചതിന് ശേഷം ചിലവർ ഇഞ്ചി പേസ്റ്റൊക്കെ ഇടുന്നവരുണ്ട്. ഞാൻ അതൊന്നും ഇടില്ല. ഉണ്ടെങ്കിലിടും, ഇല്ലെങ്കിലില്ല, അത്ര തന്നെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുമായി, നമ്മുടെ ചോറുമായി. സൂപ്പറാണ്, കഴിച്ച് വെക്കുക. ബൈ.